ഞാൻ അമ്മയാണെന്ന ചിന്ത ഇവൾക്കില്ലല്ലോ. ആ ചിന്ത നീ കള. അവള് വീട്ടിലേക്ക് വന്നില്ല, ഇവിടെ വെച്ചെങ്കിലും കാണാൻ കഴിഞ്ഞില്ലേ? ഇതൊരു നിയോഗ. ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോഴെങ്കിലും വഴക്കൊഴിവാക്കിയൂടെ? നന്ദ, അത് ഇപ്പൊ നീ ഒന്നും പറയണ്ട. ഇവരുടെ പ്രായമല്ല നമ്മുടേത്. പിള്ളേർക്കൊരു അവധി കിട്ടുമ്പോ കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിച്ച് നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവർ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നമ്മൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ വരുന്നത്. നിങ്ങളിതൊന്നും കാര്യാക്കണ്ട. കുറച്ച് ദിവസം നമ്മൾ നിങ്ങൾ ഒരുമിച്ച് ഇവിടെ കൂടാം. അതൊരു രസമല്ലേ? നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ അടിച്ച് പൊളിക്കാം. അയ്യടാ, അയാളുടെ ഒരു ആഗ്രഹം കണ്ടില്ലേ? ഒരിക്കലും നടക്കാത്ത മോഹം. നിങ്ങൾ കൂടെ ഉള്ളത് എന്റെ ഫിസിക്കൽ റിക്കവറിക്കും മാനസിക ഉല്ലാസത്തിനും ഊർജ്ജമാവും. ഇയാളുടെ മാനസിക ഉല്ലാസം എന്താണെന്ന് നമുക്കറിയില്ലെന്നാ ഇപ്പോഴും ഇയാളുടെ വിചാരം. ഇങ്ങനൊരു ഉല്ലാസം അങ്ങ് തീർത്തു കൊടുത്താലോ? നിങ്ങൾ എന്ത് പറയുന്നു? ഞങ്ങള് ആലോചിച്ചിട്ട് പറയാം. മാഡം, റൂം റെഡി ആയിട്ടുണ്ട്, വന്നോളൂ. നീ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, കാണുന്നുണ്ട് ഞാൻ. എന്താ വരൂ. നിങ്ങളുടെ ഒരാഴ്ച പോയി കിട്ടിയല്ലോ. കൂനുമേ കുരുപോലെ ഇയാളുടെ അമ്മ അങ്കിൾ ഇവിടെ തന്നെ വന്ന് കേറിയല്ലോ. അപ്പൊ ഇനിയുള്ള നിങ്ങളുടെ നാളുകൾ പ്രതിസന്ധിയിലായിരിക്കും. എടാ, ഞാനത് ശ്രദ്ധിക്കുന്നില്ല. അമ്മയോടെ കണ്ടത് നിങ്ങൾ ആരും കാര്യമാക്കണ്ട. എടാ, നീ ഞങ്ങളുടെ ഒപ്പം വന്നിട്ട് എങ്ങോട്ട് മുങ്ങി? ഞാൻ മുങ്ങിയതല്ല വൃന്ദേ. ഇങ്ങോട്ട് വന്ന് ഇവളുടെ അങ്കിളിനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് കരുതിയതാ. പിന്നെ അയാൾ എന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പോലീസിനെ വിളിച്ചാലും ഞാൻ എന്ത് ചെയ്യും? നീ സൂക്ഷിക്കണം. ഇവളുടെ അമ്മയുടെ അങ്ങളുടെ മുന്നിൽ ചെന്ന് ചാടല്. ഞാൻ അവരുടെയെന്നല്ല, ഇവിടെ ഒരാളുടെയും കണ്ണിപ്പെടാതെ നടന്നോളാം. പക്ഷെ ഇതിപ്പോ അതല്ലല്ലോ പ്രശ്നം. അനുവിന്റെ അമ്മയും അങ്കിള് വന്നതുകൊണ്ട് നമ്മളിനി തിരിച്ചു പോകേണ്ടി വരൂ. അവൾ ഫ്രണ്ട്സിന്റെ മുന്നിൽ എന്നെ ഇൻസൾട്ട് ചെയ്തു. ഞാനത് സഹിക്കില്ല നന്ദ. ഇതാണ് നിന്റെ കുഴപ്പം. എപ്പോഴും നീ പ്രതീക്ഷിക്കുന്ന മറുപടി മറ്റുള്ളവരിൽ നിന്ന് കിട്ടണം. ഊർമിളെ, അനു പ്രായപൂർത്തിയായ ഒരു വലിയ പെണ്ണല്ലേ. അവൾക്കും അവളുടേതായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ അതിന് ചെവി കൊടുക്കണം. എന്നാലേ അവൾ നമ്മളെ കൺസിഡർ ചെയ്യൂ. എന്ന് വെച്ചാ ഞാൻ അവളുടെ ബാല്യക്കാരിയായി ജീവിക്കണം? അവൾ എന്തു പറഞ്ഞാലും കള്ളം പറയുന്നത് എനിക്ക് അംഗീകരിക്കാനാവില്ല. അതെന്നെ കളിയാക്കിയതല്ലേ? ഊർമിള, നീ അത് കള. അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു. കൂട്ടുകാർക്കൊപ്പം കറങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തായിരിക്കാം. നീ അത് ക്ഷമിക്ക്. എത്രയൊക്കെ ആയാലും അവള് നമ്മുടെ മോളല്ലേ. ഇവിടെ വെച്ച് കണ്ടത് നന്നായി. അനു വീട്ടിൽ വന്നിരുന്നെങ്കിലും നമ്മൾ അവളെയും കൂട്ടി ഇങ്ങോട്ടല്ലേ വരുന്നത്. മോളെ കണ്ടുമുട്ടിയതിൽ സന്തോഷിക്കുന്നതിന് പകരം നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് അവളോട് വഴക്കിടുന്ന എന്തിനാ? നന്ദൻ അവളോട് കാണിക്കുന്ന ഈ സ്നേഹവാത്സല്യത്തിന് പകരം അവള് നന്ദന് തരുന്നത് അവഗണനയാണല്ലോ. സാരമില്ല, അനുവിന്റെ ഭാവി നന്നാവണം. അത്രേ ഉള്ളൂ ഞാൻ ചിന്തിക്കുന്നത്. ഊർമിളെ, നീ ചെന്ന് അനുവിനെ വിളിക്ക്. അവളെ വിളിച്ച് ഈ റൂമിൽ കൊണ്ടുപോവാ. നമുക്ക് 3 പേർക്കും ഒരുമിച്ചോടെ താമസിക്കാമല്ലോ. നമ്മൾ ഈ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അനു മാത്രം കൂട്ടുകാർക്കൊപ്പം മറ്റൊരു റൂമിൽ താമസിക്കുന്നത് മോശമല്ലേ? അതിലെന്നെക്കാളും നിനക്കാണ് കൂടുതൽ വിഷമമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ
നമ്മൾ ഇവിടെ വെച്ച് അനുവിനെ കാണാൻ പാടില്ലായിരുന്നു. നന്ദൻ, നിങ്ങൾ എന്റെ മോളോട് കാണിക്കുന്ന ഈ കരുതലും വാത്സല്യവും അവള് മനസ്സിലാകാതെ പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. അത് സാരമില്ല. അനു എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ അവളെ സ്നേഹിക്കും. കുറെ നാൾ കഴിയുമ്പോ അവൾക്ക് താനെ എന്നോട് ഒരു സ്നേഹം വന്നോളും. സ്നേഹവും ബഹുമാനമൊന്നും നമുക്ക് ആരിൽ നിന്നും പിടിച്ചു വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. നന്ദൻ, യു ആർ ഗ്രേറ്റ്. നിങ്ങളുടെ മനസ്സ് എത്ര വിശാലമാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. താൻ ചെന്ന് പിണക്കൊക്കെ മറന്ന് മോളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഞാൻ ചെന്ന് വിളിച്ച അനു വരുമെന്ന് തോന്നുന്നില്ല. ആ പവർ ഓഫ് അറ്റോണിയുടെ വിഷയമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. നമ്മളത് ഉപേക്ഷിച്ചില്ലേ. പിന്നെന്താ അവർക്ക് ഇങ്ങോട്ട് വരാൻ മടി? എന്തോ അറിയില്ല, നമ്മളോടെന്തോ ഒരകൽച്ച അവൾക്കുണ്ട്. അങ്ങനെ ഒരു അകച്ച അവൾക്കുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയെടുക്കണ്ടേ? ഇങ്ങനെയുള്ള അവസരങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. താൻ ചെന്ന് എന്നെ വിളിക്ക്, അവള് വരും. ചെല്ല്. കുറച്ചു ദിവസം സന്തോഷിച്ചു ഉല്ലസിക്കാൻ വന്നിട്ട് ഇപ്പൊ സങ്കടത്തിലായല്ലോ. അനുവിന്റെ അമ്മയും അങ്കളും ഈ സ്ഥലത്ത് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇവിടെ വരുന്നത് അവരെ ആരോ അറിയിച്ചിട്ട് വന്നതുപോലെ എനിക്ക് തോന്നിയത്. ഒരേ സമയം നമ്മളും അവരും തിരഞ്ഞെടുത്ത സ്ഥലം എങ്ങനെ സെയിമായി? യാദൃശികമായിരിക്കും. ഇനിയിപ്പോ ഇവളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇവിടെയും തല പൊക്കുവോ? അമ്മ എനിക്കിവിടെ മനസ്സമാധാനം തരുമെന്ന് തോന്നുന്നില്ല. അനു, എന്താ ഇപ്പൊ തന്റെ പ്രശ്നം? തന്റെ അങ്കിള് തന്നെ എന്തെങ്കിലും ചെയ്യുന്നുള്ള പേടിയാണോ? പേടിയില്ലാതില്ല. നീ എന്തിനാ അയാളെ പേടിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉള്ളപ്പോ അയാൾ നിന്റെ ദേഹത്ത് തൊടില്ല. തൊട്ടാൽ അയാൾ ഇവിടെ വെച്ച് വിവരം അറിയും. അനുവിന്റെ പവർ ഓഫ് അറ്റോണി അവര് വേണ്ടെന്ന് വെച്ചിരിക്കല്ലേ. അപ്പോ അതിന്റെ പേരിൽ നിന്നെ അവര് വിഷമിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അത് മാത്രമല്ലല്ലോ, ഇയാളുടെ അങ്കിളിന് വേണ്ടത് ഇയാളുടെ പവർ ഓഫ് അറ്റണി കൂടാതെ അയാൾക്ക് വേണ്ട എന്താണെന്ന് എനിക്കറിയാം.